ഫീച്ചേഴ്സ് ആണ്. സോ അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാം. അതായത് ബുഗാട്ടി ചിറോണിൻ്റെ പിൻഗാമിയായി എത്തുന്ന ഹൈപ്പർ സ്പോർട്സ് കാറാണ് ബുഗാട്ടി ടൂർബിലോൺ. ബുഗാട്ടി ചിറോണിന് പകരം ഒരു കാർ വേണ്ടേ, അപ്പോൾ അതാണ് നമ്മുടെ ബുഗാട്ടി ടൂർബിലോൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം $4 മില്യൺ വരുന്നത്. $4 മില്യൺ ഒത്തിരിയാണ്. സോ അതിന് ശേഷം വരുന്നത് ഇതിൻ്റെ ഇന്ത്യൻ രൂപ വരുമ്പോൾ 34 കോടി രൂപയെങ്കിലും ഇന്ത്യൻ രൂപ വരും. പിന്നെ ഇതിൻ്റെ വില കൂടിയ ഈ വാഹനത്തിൻ്റെ ആകെ 250 മോഡലുകളെ നിർമ്മിക്കുന്നുണ്ട്. അതായത് ബുഗാട്ടി ചിറോൺ 500 നിർമ്മിച്ചപ്പോൾ ബുഗാട്ടി ടൂർബിലോൺ 250 നിർമ്മിക്കുന്നുണ്ട്. അതായത് ചിറോണിൻ്റെ പകുതി മാത്രം നിർമ്മിക്കുന്നുള്ളൂ. സോ പിന്നെ വേറൊരു കാര്യമാണ് ഇതിൻ്റെ 1800 bhp കരുത്തുള്ള V1 V16 എഞ്ചിനാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. V16 എഞ്ചിനാണ് ഇതിന് യൂസ് ആക്കുന്നത്. അതായത് V16 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ഒരു സിസ്റ്റമാണ് V ഷേപ്പ് V16 എന്നൊക്കെ പറയുന്നത്. എന്താണ് V16 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, V16 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ V16 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എഞ്ചിൻ്റെ ഷേപ്പ്, അതായത് നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ V4 ആണ്. നമ്മുടെ SUV HUV കാറുകളിൽ ബൈക്കിലൊക്കെ V2 എഞ്ചിനാണ്. V2 എന്ന് പറയുമ്പോൾ ഇതാണ് V ഷേപ്പ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ വരും, ഇവിടെ സിലിണ്ടർ വരും. പിന്നെ V2 എന്ന് പറയുന്നത്, V4 എന്ന് പറയുമ്പോൾ ഇവിടെ 2 സിലിണ്ടർ, ഇവിടെ 2 സിലിണ്ടർ വരുന്നതായിരിക്കും. V6 എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്, ഇവിടെ ഓരോ സിലിണ്ടർ വെച്ച് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ W16 എന്തെന്ന് വരുന്നതായിരിക്കും സംശയം. സോ W16 ഇങ്ങനെ ഒരു V, ഇതുപോലെ ഇപ്പുറത്തെ ഒരു V ഇതുപോലെ ഇരിക്കുമായിരിക്കും. സോ ഇവിടെ W16-നകത്താണെങ്കിൽ W-ൻ്റെ ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇപ്പുറത്ത് 4 വെച്ച് 4 വരിയും 4 സിലിണ്ടർ 4 പിസ്റ്റൺ കൊടുക്കുന്നതാണ് W16 എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെയാണ് കാറിൻ്റെ നിൽക്കുന്നത്. ഇപ്പോൾ മാക്സിമം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ V2, V4, V6, V8, V10, V5 ഒക്കെ ഗൂഗിൾ കിട്ടിയിട്ടുണ്ട്. V5 എഞ്ചിനൊക്കെ അത് ഏതിലാണ് നോക്കാം. സോ V5, V6, V8, V10, V12, V14, V16, W16. V16 നമ്മൾ ടൂർബിലോണിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. W16 എഞ്ചിൻ്റെ സിലിണ്ടർ പിസ്റ്റൻ്റെ അളവ് എണ്ണം വെച്ചിട്ടാണെങ്കിൽ 16, 18 അങ്ങനെയൊക്കെ വരുന്നത്. 18 ഇല്ല. അപ്പോൾ ഈ ഷേപ്പിനെ ബേസ് ചെയ്താണ് എഞ്ചിൻ്റെ ആ പിസ്റ്റണും സിലിണ്ടറും വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ പേരുള്ളത്. V16, W16 അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ഫീച്ചറാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ വരുന്നത്. 8.3 ലിറ്റർ നാച്ചുറലി ആസ്പയർഡ് V16 എഞ്ചിൻ, ഇലക്ട്രിക് മോട്ടോഴ്സ്, അതായത് ഹൈബ്രിഡ് എന്നാണ് ടൂർബിലോൺ കരുത്ത് ചെയ്യുന്നത്. സോ ഇതിൻ്റെ V16 എഞ്ചിൻ ഇലക്ട്രിക് മോട്ടോഴ്സും ചേർത്താണ് ഇതിൻ്റെ പവർ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഫീച്ചറാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് വരുന്നത്. ബുഗാട്ടി ടൂർബിലോണിൻ്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1800 bhp ആണ്. V16 എഞ്ചിൻ്റെ അന്നത്തെ വരുമ്പോൾ 1000 bhp ആണ് എഞ്ചിൻ്റേത്. 800 ഇലക്ട്രിക് മോട്ടോറിൻ്റെ 800 PS ആണ് വരുന്നത്. മൂന്നാമത്തെയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഏതൊരു കാറിൻ്റെയും മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് 57cc SC-യുടെ CC അല്ല SC ആണ്. പിന്നെ ടൈപ്പ് 35 തുടങ്ങിയ ക്ലാസിക് ബുഗാട്ടി മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ഷാസി അഥവാ ചേസിസ് വരുന്നത്. പിന്നെ ബോഡി ഷെൽ, അതായത് ബോഡി ഷെല്ല് എന്ന് പറയുന്നത് നമ്മൾ ഈ കാറിൻ്റെ ബോഡി വരുന്നത്. പിന്നെ ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ബുഗാട്ടിയുടെ 57
SC മോഡലും BM35 മോഡലും ബുഗാട്ടി 35 ക്ലാസിക് മോഡലും കൂടെ അതിനോട് ഇൻസ്പയർഡ് ആണ്. അതിനകത്ത് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ഡോർ ബിലോൺ വരുന്നത് എന്തുവാ പ്രചോദനം വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ആയിട്ടാണ്. സോ ഇപ്പോൾ പുതിയ ഷാസി എല്ലാവർക്കും അറിയായിരിക്കും. ചേസിസ് ആണ് വരുന്നത്. അതിൻ്റെ ചേസിസ് ബോഡി ഷെല്ല് വരുന്നത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നാലാമത്തെ ഫീച്ചറാണ് ഈ ഇൻറ്റീരിയർ വരുന്നത്. കാറിൻ്റെ പുറത്തെ ഡിസൈൻ കഴിഞ്ഞാൽ രണ്ടാമത് സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇൻറ്റീരിയർ ഡിസൈൻ പറയുന്നത്. അനലോഗ് ഡിജിറ്റൽ കൺസോളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇനി ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് ഡിജിറ്റൽ കൺസോൾ, ഇപ്പോൾ ഈ കൺസോൾ പലതരത്തിലുണ്ട്. നമ്മുടെ കൺസോൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും മാക്സിമം ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഡിജിറ്റൽ കൺസോളും അനലോഗ് ഡിജിറ്റൽ കൺസോളും ഉണ്ട്. അനലോഗ് ഡിജിറ്റൽ കൺസോൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന മീറ്ററാണ്. കാറിനകത്ത് യൂസ് ചെയ്യുന്ന മീറ്റർ, സ്പീഡോമീറ്റർ. സംഭവം സ്പീഡോമീറ്റർ തന്നെയാണ്. അപ്പോൾ സ്പീഡ് അനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് കൂടുകയും ചെയ്യും. ബ്രേക്ക് അടിക്കുമ്പോൾ ഇത് കുറയും, ബ്രേക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇത് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അനലോഗ് ഡിജിറ്റൽ കൺസോൾ വരുന്നത്. ഡിജിറ്റൽ കൺസോൾ വരുമ്പോൾ നമ്മുടെ മീറ്റർ കൂട്ടുന്നത്, അതിപ്പോൾ ഇലക്ട്രിക് സൈക്കിളിലും ഇലക്ട്രിക് കാറുകളിലും ഇപ്പോൾ പുതുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബൈക്കുകളൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പോൾ ഡിജിറ്റൽ കൺസോളാണ് വരുന്നത്. അതായത് സ്പീഡ് അനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കുന്നതനുസരിച്ചാണെങ്കിൽ സ്പീഡ് 1, 2, 10, 12 അങ്ങനെ കൂടി വരും. അതാണ് ഡിജിറ്റൽ കൺസോൾ എന്ന് പറയുമ്പോൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പിന്നെ കൂടുതൽ വിപുലമായ ഇൻറ്റീരിയർ സ്പേസ് ആൻഡ് മോഡേൺ സിസ്റ്റവും ചേർത്ത് ഡിസൈനാണ്. മോഡേൺ സിസ്റ്റവും അങ്ങനെ ഡിജിറ്റൽ കൺസോളും അതുപോലെ ലാവിഷ് സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ ബുഗാട്ടി ഫോർബിലോണുള്ളത്. പിന്നെ അഞ്ചാമതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് പിന്നെ വരുന്ന സ്പീഡായിരിക്കും. സോ 2029 വരെ വിറ്റ് തീർക്കാൻ പോകുന്ന ഈ കാറിൻ്റെ കേവലം 2 സെക്കൻഡ്, അതായത് വെറും 2 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വരെ പോകാം. അതായത് അത്ര സ്പീഡാണെന്നാണ് ഇത് പറയുന്നത്. സോ വേഗത കൈവരിക്കാൻ പറ്റും. 100 km/h വരെ വേഗത കൈവരിക്കാൻ കഴിയും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സ്പീഡാണ് നമ്മുടെ ബുഗാട്ടി ടോർബിലോൺ കാറിന്. അതായത് ബുഗാട്ടി ഷിറോൺ ഒരു 0 തൊട്ട് 400 വരെ എത്താൻ വേണ്ടിയത് ഇതിന് 42 സെക്കൻഡാണ്. അപ്പോൾ ബുഗാട്ടി ടോർബിലോൺ അതിനെക്കാട്ടി പവറുള്ളതാണ്. അതായത് വെറും 2 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വരുവാണെങ്കിൽ 4 കിലോമീറ്റർ കൊണ്ട് 400 കിലോമീറ്ററെങ്കിലും വരും. അത്രയ്ക്ക് സ്പീഡുള്ളൊരു കാറാണ്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലെ ഭാവിയിൽ ഇറങ്ങാൻ പോകുന്ന കാറുകളുടെയും വരുന്നതായിരിക്കും. ചിലപ്പോൾ കാറുകളൊക്കെ ഇറങ്ങി വരത്തില്ലായിരിക്കും. ഈ കാറ് എന്തായാലും ഇറങ്ങും. ഈ വർഷം 2026 ഇറങ്ങുന്നതാണ് നേരത്തെ കമ്പനി എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ന്യൂസ് എനിക്ക് കിട്ടിയത്. 2026 2026 അത് ഈ വർഷം ഇറങ്ങുമൊക്കെയാണ് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഇറങ്ങുമെങ്കിൽ വാങ്ങാൻ മറക്കരുത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഈ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ.